കാലടി പ്ലാന്റേഷൻ റോഡിലൂടെയുള്ള ഒരു കിടിലൻ യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. മലയാറ്റൂരിൽ നിന്ന് അതിരപ്പിള്ളിക്ക് പോകുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നല്ല റൂട്ടാണ് കേട്ടോ ഇത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് മലയാറ്റൂർക്കാണ്. നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്. മലയാറ്റൂർക്ക് പോണ വഴിക്ക് തിരിയുകയാണെങ്കിൽ കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് നക്ഷത്ര തടാകമൊക്കെ കാണാൻ പറ്റും. അവിടെ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതിനു മുൻപ് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയവും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നോ അങ്ങനെയുള്ളൊരു ധാരണയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നത് ഒരു പാറമടയാണ് കേട്ടോ. ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഈ പാറമടയോട് ചേർന്ന് തന്നെ ഒരു പഴയ കെട്ടിടവും കൂടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആൾസഞ്ചാരം ആളനക്കമൊന്നും ഇല്ലാണ്ട് അതാകെ കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ഇനി അങ്ങോട്ടൊരു കാട്ടുവഴിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഫോറസ്റ്റ് റൂട്ട് പിന്നെ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അധികം വണ്ടികളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സമാധാനപരമായിട്ട് ഇതിൽ കൂടെ പോകാനായിട്ട് കഴിയും. നമുക്ക് എൻജോയ് ചെയ്ത് മാക്സിമം സ്ലോ ആയിട്ടൊക്കെ വണ്ടി ഓടിച്ചിട്ടൊക്കെ പോകാം. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡ് വളരെ മോശമായിരുന്നു. പക്ഷേ ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ട് തന്നെയാണിത്. കാട്ടുമൃഗങ്ങളൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. ആനനെയും അതുപോലെ തന്നെ മാനിനെയും അങ്ങനെ പല മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളവരുണ്ട് ഈ റൂട്ട് പോകുമ്പോൾ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പാസ് എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട്. ബൈക്കിന് 10 രൂപയുടെ പാസ്സാണ് എടുക്കേണ്ടത്. കാറിനാണെങ്കിൽ 25 രൂപയാണ്. ഹെവി വെഹിക്കിളിന് 50 രൂപയും. നമ്മളവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് വരുന്നത് പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻസ്. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ. സൂക്ഷിച്ചു പോകണം, അവിടെ ചിലപ്പോൾ ആന ഉണ്ടാവുമെന്ന് നമ്മുടെ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ സൂക്ഷിച്ച് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പണ്ട് ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് വീടുകളൊക്കെ ഇവിടെ കാണാം. അതൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ, ആൾ താമസമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം ഒരുപാട് വീടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഈ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്, കാലടി പ്ലാന്റേഷൻസിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂള്. സ്കൂളിൻ്റെ അടുത്ത് പോലും ഒരു കട പോലും നമ്മൾ കണ്ടില്ല കേട്ടോ. കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ടായിരിക്കാം സ്കൂളിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ റൂട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളോ പെട്രോൾ അടിക്കാനുള്ള പമ്പോ ഒന്നുമില്ല. അതിന് മലയാറ്റൂരോ അല്ലെങ്കിൽ അതിരപ്പിള്ളിയിലോ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. റോഡിൻ്റെ വലതുവശത്ത് കൂടെ ഒരു പുഴ ഒഴുകുന്നത് നമുക്കിവിടെ കാണാം കേട്ടോ. റബ്ബർ തോട്ടങ്ങളുടെ ആ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എണ്ണപ്പനയാണ്. ഇനി അങ്ങോട്ട് വിശാലമായ എണ്ണപ്പനത്തോട്ടങ്ങൾ കാണാം. ഇവിടെ ഒരു പഴയ ബസ് സ്റ്റോപ്പ് കാണാം കേട്ടോ. പണ്ടൊക്കെ അപ്പോൾ ഇതിൽ കൂടെ ഒരു ബസ്സുകളൊക്കെ ഓടിയിട്ടുണ്ടായിരിക്കണം. നമ്മളപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആനയെ കണ്ടു എന്ന് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് നേരെ മുന്നോട്ടാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ റൈറ്റ് എടുത്തിട്ട് വെറ്റിലപ്പാറ പാലം കാണാനായിട്ട് പോയി. അവിടെ നല്ലൊരു വ്യൂ ആണ്. ആ പുഴയും ആ ചെറിയ പാറക്കെട്ടുകളൊക്കെയുള്ള ആ പുഴയും അതിൻ്റെ അപ്പുറത്തുള്ള മലയും ഒക്കെ വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി തന്നെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയി. ഈ പാലം കിടന്ന അപ്പുറത്താണ് കേട്ടോ സിൽവർ സ്റ്റോമൊക്കെ ഉള്ളത്. അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് തന്നെ തിരിഞ്ഞു. നമ്മൾ പോകുന്ന വഴി തടഞ്ഞുകൊണ്ട് അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. റോഡരികിൽ തന്നെ ആന വന്നു പോയതിൻ്റെ ഒരു അടയാളം കിടപ്പുണ്ടായിരുന്നു. ആനയുടെ പൊടി പോലും ഞങ്ങൾ കണ്ടില്ല കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ സൈറ്റിംഗ് ആണ് കേട്ടോ 2 അടിപൊളി മയിലുകൾ. ആ മയിലുകളുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു.
പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ നല്ലൊരു കാട്ടുവഴിയിലൂടെ ഒരു സൂപ്പർ റൈഡ് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് തന്നെ. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു ഈ റൂട്ട്. അതിരപ്പള്ളിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ റൂട്ടാണിത്. ഇവിടെ മറ്റൊരു സ്പോട്ട് കൂടെ ഉണ്ട് കേട്ടോ, ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പുഴയ്ക്ക് കുറുകെയുള്ള ഒരു തൂക്കുപാലമാണ്. ഒരാൾക്ക് എൻട്രി ഫീസ് 20 രൂപയും പിന്നെ പാർക്കിംഗ് ബൈക്കിനാണെങ്കിൽ 10 രൂപയുമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ കുരങ്ങന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടിയിലൊന്നും വെക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിക്കണം. വല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ ഇവരടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന വഴി നമ്മൾ അറിയുകയും കൂടെ ഇല്ല. ആദ്യമൊക്കെ ഇവിടുത്തെ പുഴയിലിറങ്ങി കുളിക്കാനായിട്ടൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടു. പക്ഷെ ഇപ്പോൾ അവിടെ ആരെയും ഇറക്കുന്നില്ല. അപ്പോൾ അത് നോക്കാനായിട്ട് അവിടെ സെക്യൂരിറ്റിമാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ആ തൂക്കുപാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല അടിപൊളിയാണ് കേട്ടോ ഈ തൂക്കുപാലം. ഒരുപാട് പേര് അതിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂവും നല്ല കിടുവാണ്. അപ്പുറത്തെ മലയും താഴെയുള്ള പുഴയും പാറക്കല്ലുകളും എല്ലാം കൊണ്ട് നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ആളും തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് തുമ്പൂർമുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങോട്ട് കിടക്കണമെങ്കിൽ അവിടെ വേറെ ടിക്കറ്റ് എടുക്കണം നമ്മൾ. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കൊച്ചു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ആ പാർക്കിൽ ഒരു ഏറുമാടവും കൂടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കുറേ കുസൃതി കുടുക്കുകളായ കുരങ്ങന്മാരെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ പുഴയുടെ 2 വശങ്ങളിൽ ഇതുപോലെ ശക്തിയിൽ വെള്ളം ഒഴുകുന്ന കനാലുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കനാലുകളിലുള്ള വെള്ളം എറണാകുളം ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലെയൊക്കെ കൃഷിയിടങ്ങളിലേക്കാണ് ഒഴുക്കിവിടുന്നത്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇതിൻ്റെ ഷട്ടർ തുറന്നു വിട്ടിട്ട് ഈ വെള്ളം ഇതിലൂടെ ഒഴുക്കിവിടും. ഇതുവഴി താഴേക്ക് ഇറങ്ങിയാൽ അവിടെ നല്ല റിവർ വ്യൂ കിട്ടുന്നതായിരുന്നു. പക്ഷെ അവിടെ ലോക്ക്ഡൗൺ, നമുക്ക് അതിൽ കൂടെ ഇറങ്ങാനായിട്ട് ഇപ്പോൾ കഴിയില്ല. അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് കേട്ടോ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഈ ഒരു മലയണ്ണാനെ കണ്ടത്. ആശാൻ അവിടെ ഇരുന്ന് തളിരിലയൊക്കെ പറിച്ച് തിന്നുന്ന തിരക്കിലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിനെ കണ്ടിരിക്കാനായിട്ട്. അതിൻ്റെ ഫേസൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിരുന്ന് ഇലയൊക്കെ കഴിക്കുന്നത് നോക്കിയിരുന്നു. ആരെയും ഒരു മൈൻഡില്ലാണ്ട് പുള്ളി അവിടെ ഇരുന്ന് തകർക്കുക. ഈ മലയണ്ണാൻ ഇലയൊക്കെ ഭക്ഷിക്കും എന്നുള്ളത് എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു കേട്ടോ. ഞാനത് ചെറിയ ചെറിയ പഴങ്ങളും ഒക്കെ ആയിരിക്കും കഴിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് ഒരു ഇല കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.